2026 ഫെബ്രുവരി 22 മെക്സിക്കോയെ നടുക്കിയ ഒരു യുദ്ധം പോലത്തെ ആക്രമണം എങ്ങനെയുണ്ടായി, അതിനു കാരണക്കാരനായ എൽ മെൻചോയെക്കുറിച്ചാണ് ഈ വീഡിയോ. 1966 ജൂലൈ 17 മെക്സിക്കോയിലെ മിച്ചോവാക്കൻ സംസ്ഥാനത്ത് ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് നെമസിയോ ഒസെഗ്വെറ സെർവാൻഡസ് ജനിച്ചത്. പിന്നീട് എൽ മെൻചോ എന്ന പേരിൽ അധോലോകത്തിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഇദ്ദേഹം. 5ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കൃഷിത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയി. 14ാം വയസ്സിൽ കഞ്ചാവ് തോട്ടങ്ങൾക്ക് കാവൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് കടന്നത്. 1980കളിൽ നിയമവിരുദ്ധമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കടന്ന അദ്ദേഹം മയക്കുമരുന്ന് കടത്തിന് അവിടെ പിടിക്കപ്പെട്ടു. ശിക്ഷ അനുഭവിച്ചതിനു ശേഷം 1990കളിൽ മെക്സിക്കോയിലേക്ക് നാടുകടത്തപ്പെട്ടു. മെക്സിക്കോയിലേക്ക് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം കുറച്ചുകാലം പോലീസുകാരനായി ജോലി ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആ ജോലി ഉപേക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന സംഘങ്ങളുമായി ചേർന്നു. 2009ൽ അദ്ദേഹം ഹലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ അഥവാ CJNG എന്ന ക്രിമിനൽ സംഘം സ്ഥാപിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഡ്രഗ് കാർട്ടലുകളിൽ ഒന്നായി CJNG മാറി. മെക്സിക്കോയിലെ 32 സംസ്ഥാനങ്ങളിൽ 27ലും ഈ സംഘത്തിന് സ്വാധീനമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഫെൻഡനൈൽ, മെത്താംഫെറ്റമിൻ തുടങ്ങിയ മയക്കുമരുന്നുകളുടെ കടത്തിൽ CJNG പ്രധാന പങ്കുവഹിച്ചിരുന്നു. സാധാരണ കുറ്റസംഘങ്ങളെപ്പോലെയല്ല, ഒരു സൈന്യത്തെപ്പോലെയാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. റോക്കറ്റ് ലോഞ്ചറുകൾ, കവചിത വാഹനങ്ങൾ, ഡ്രോണുകൾ, ആധുനിക ആയുധങ്ങൾ എന്നിവ ഇവർ ഉപയോഗിച്ചിരുന്നു. 2015ൽ മെക്സിക്കൻ സൈന്യത്തിന്റെ ഒരു ഹെലികോപ്റ്റർ വെടിവെച്ച് താഴെയിറക്കിയ സംഭവം വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തു. എൽ മെൻചോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അമേരിക്കൻ സർക്കാർ $15 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ എൽ മെൻചീറ്റോ ഇപ്പോൾ അമേരിക്കയിൽ ജീവപര്യന്തം തടവിലാണ്. ഭാര്യയും മകളും പലതവണ അറസ്റ്റിലായിട്ടുണ്ട്. വർഷങ്ങളോളം സുരക്ഷാസേനയ്ക്ക് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന എൽ മെൻചോയെക്കുറിച്ച് 2026 ഫെബ്രുവരി 22 മെക്സിക്കോയിലെ ടപാൽപ്പയിൽ സൈനിക നീക്കത്തിനിടെ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എൽ മെൻചോ എന്നറിയപ്പെടുന്ന നെമസിയോ ഒസെഗ്വെറ സെർവാൻറ്റീസ് മെക്സിക്കൻ അധോലോക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ കാർട്ടൽ നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.